ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത്തിന് വേണ്ടി കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമാണ്. ഈ സമയത്താണ് പൂജ തൻ്റെ അച്ഛൻ തൻ്റെ മുന്നിൽ വന്ന് നിന്നതും അതുപോലെ തൻ്റെയും തൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ അച്ഛനുമായി ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചൊക്കെ പൂജ അപ്പുവിനോട് പറയുന്നത്. അങ്ങനെ അപ്പുവിനോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പങ്കജെന്ന് പറയുന്നവൻ്റെ ആ ഒരു ഉപദ്രവം കാരണം അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റായി. പിന്നെ അങ്ങോട്ട് അടിയായി പിടിയായി വഴക്കായി കാര്യങ്ങളൊക്കെ ആയി. എടുത്തിട്ട് നമ്മുടെ അപ്പവും കൊടുത്തു, അതുപോലെ തന്നെ പൂജയും കൊടുത്തു. ഈ സംഭവങ്ങളെല്ലാം അവിടെ നടന്ന് മകൻ അടിയും കൊണ്ട് അവിടെ വന്നിരിക്കുമ്പോൾ രഞ്ജിതയും ഭർത്താവും കൂടെ ചെന്ന് മകനോട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഇന്ന് രോഹിത് അങ്കിളിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസമാണെന്ന് അറിഞ്ഞത്. ഏട്ടൻ്റെ സ്വത്തുക്കൾ മാത്രം മതി, അല്ലാതെ ഏട്ടൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുക അതൊന്നും രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം രഞ്ജിതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ല. അതൊന്നും ചെയ്യേണ്ട ആവശ്യമോ പുള്ളിക്കാരിക്കില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ചെയ്തതുമില്ല. ഇതൊന്നും അറിയാതെ നമ്മുടെ സുമിത്ര എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി പൂജയെ കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യിച്ച് അങ്ങനെ രോഹിത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു അവരിങ്ങോട്ട് പോരാനായിട്ട് തുടങ്ങും. അപ്പോൾ സുമിത്ര ഇങ്ങനെ ആകെ തകർന്നിരിക്കുകയല്ലേ. അപ്പോൾ സുമിത്രയെ എല്ലാ രീതിയിലും അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സമാധാനിപ്പിച്ച് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ വരുമ്പോഴേക്കും ഒട്ടും സമയം കളയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് അമ്പലം ലക്ഷ്യമാക്കി പറന്നു വരിക. കാരണം മറ്റുള്ളവർ കാണുമ്പോഴും ഒന്നും വിചാരിക്കരുത്. കാരണം ഏട്ടൻ എല്ലാ സ്വത്തുക്കളും അനിയത്തിയുടെ പേരിൽ നോമിനിയാക്കി എഴുതി കൊടുത്തു. എന്നിട്ട് ഏട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ദിവസത്തിൽ വന്നൊരു പൂജ പോലും ചെയ്യുന്ന കാര്യങ്ങൾ നടത്താതിരിക്കരുത്. അങ്ങനെയൊക്കെ ആ ഒരു മൈൻഡിൽ ചിന്തിക്കുവാണ്. അങ്ങനെ ചിന്തിച്ച് ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് രണ്ടാം ചാട്ടത്തിന് അമ്പലത്തിലെത്തിയ ആശാത്തി അമ്പലത്തിലെത്തിയിട്ട് ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുക. എന്തായാലും അവരെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണും. കണ്ടു കഴിഞ്ഞാലും രോഹിതേട്ടൻ്റെ മരണത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളെ പറ്റിയും അതുപോലെ അവർക്ക് ഉള്ളൊരു സങ്കടവും അതൊക്കെ പ്രകടിപ്പിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിന് കുറേ ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് ഭാര്യയെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം കാണുമെന്നുള്ളതും രഞ്ജിതയ്ക്ക് അറിയാം. പക്ഷേ സുമിത്ര ആ കൂടെ ഉണ്ടാകുമെന്ന് രഞ്ജിത ഒട്ടും പ്രതീക്ഷിച്ചതല്ല. രഞ്ജിത എന്നിട്ട് ഇങ്ങനെ അവിടെ വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ഇങ്ങനെ അവിടെ സൈഡിൽ നിൽക്കുന്നു. സുമിത്ര ഇങ്ങനെ ഇവരെ കാണുന്നപ്പോഴേക്കും ദീപുവിനെ കണ്ടപ്പോഴത്തേക്കും ദീപു ഇവരെ കണ്ടു. ഇതാണ് രോഹിതേട്ടൻ്റെ പെങ്ങളെന്നുള്ള കാര്യം അന്നേരത്തേക്കും സുമിത്രയോട് പറയാം. സുമിത്ര നേരം ഈ പുള്ളിക്കാരി അടിമുടി വാച്ച് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. ഒന്നും മിണ്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദീപു നിങ്ങൾ വന്നിട്ട് അധികം നേരം ആയോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഇറക്കലൊക്കെ. ഞങ്ങൾ വന്നു, കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി. പൂജമോളെ, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്താ അപ്പച്ചിയോടൊരു വാക്ക് പറയാതെ ഇങ്ങോട്ട് പോകുന്നത്? ഈ അപ്പച്ചി അല്ലായിരുന്നു ഇതെല്ലാം മുന്നിൽ നിന്ന് നടത്തി തരേണ്ടത്. ഈ അപ്പച്ചിയോട് നീ പറഞ്ഞില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിടലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പൂജയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പൂജയൊന്നും മിണ്ടാതെ നിൽക്കും. നീ എന്താ മോളെ അപ്പച്ചോടൊന്നും മിണ്ടാത്തത്? അവൻ ചെയ്ത തോന്നിയവാസത്തിന് നീ അപ്പച്ചോട് ഇപ്പോഴും പിണക്കമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത്രയും നാളായിട്ടും അപ്പച്ചിക്ക് അച്ഛൻ്റെ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് എന്താ ഇന്നൊരു ദിവസം വന്നിട്ട് അച്ഛനോട് ഇത്ര സ്നേഹം കാണിക്കുന്നതെന്ന് പൂജ ചോദിച്ചു. നീ എന്താ മോളെ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് മോളേന്ന് വിളിച്ച് ഭയങ്കര പ്രകടന കാഴ്ചകൾ ഇതൊക്കെ സുമിത്ര നിന്ന് കാണുക. ഇവരെന്തെല്ലാം കാണിച്ചാലും സുമിത്ര അളക്കുന്നതിൻ്റെ ആ ഒരു ആഴം എത്രയാണെന്ന് ഗസ് ചെയ്യാൻ പോലും ഈ പറയുന്ന രഞ്ജിതയ്ക്കോ ഭർത്താവിനോ കഴിയില്ല. അപ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ സുമിത്ര ആരാണെന്നൊക്കെ ഇവർക്ക് അറിയാമല്ലോ. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവരെന്നിട്ട് ഒരു നോട്ടം നോക്കി നമ്മുടെ സുമിത്രയെ. ഇതാരാ നിങ്ങളുടെ കൂടെയുള്ളത്? ഇവരെ ഏതാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുക. അമ്മയെന്താ അപ്പച്ചി ആദ്യമായിട്ട് കാണുവാണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാനിവരെ അറിയില്ല, എനിക്കിവരെ അറിയേണ്ട കാര്യവുമില്ല. ആരാ ഇവരെന്നും ചോദിച്ചുകൊണ്ട് പിന്നെയും വലിയ കാശുകാരിയുടെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്നേ. അപ്പോഴേക്കും എൻ്റെ അമ്മയെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്ന നിങ്ങളോട് എനിക്കത് പറയേണ്ട കാര്യമില്ലെന്ന് നമ്മുടെ പൂജ പറഞ്ഞു. വാ അമ്മേ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ സുമിത്ര ചോദിച്ചു ഇത് ആരാന്ന്. അപ്പോൾ സുമിത്രയ്ക്ക് ഇവരാരാന്ന് അറിയില്ലല്ലോ. ഇതാണ് അച്ഛൻ്റെ പെങ്ങള് രഞ്ജിത അപ്പച്ചി എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ നമ്മുടെ ഫാമിലിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്കൊക്കെ എന്നെ എന്തിനാ മോളെ നീ പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്ന് രഞ്ജിതയുടെ വകയൊരു ചോദ്യം. നമ്മുടെ ഫാമിലിയുമായിട്ട് പരിചയമില്ലാത്തതും അല്ലെങ്കിൽ ബന്ധമില്ലാത്തതും ആരാണ് അപ്പച്ചി എന്ന് ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതിൽ ആർക്കാണ് ഇപ്പോൾ എൻ്റെ അച്ഛനുമായിട്ട് ബന്ധമില്ലാത്തത്? അങ്ങനെ നമ്മുടെ പൂജ ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരി ഒന്ന് ഒതുങ്ങി. കാരണം എന്താ, അവിടെ കൂടുതൽ സംസാരിക്കാൻ പോയാൽ പണി കിട്ടുമെന്ന് ഈ പുള്ളിക്കാരിക്ക് അറിയാം. അതുകൊണ്ട് ഈ പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമില്ലമ്മേ, അർഹതയില്ലാത്തവരോട് മറുപടി കൊടുക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് പൂജ സുമിത്രയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ വണ്ടിയെ കയറി പോകുമ്പോഴും നമ്മുടെ സുമിത്ര തിരിഞ്ഞ്
രഞ്ജിത എന്ന് പറയുന്ന കാട്ടാളത്തെ നോക്കുന്നുണ്ട്. രഞ്ജിത ചില്ലറക്കാരിയല്ലെന്നുള്ള കാര്യം നമ്മുടെ സുമിത്രയ്ക്ക് ആ ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി. സുമിത്ര എന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോവുക. അപ്പോഴേക്കും സുമിത്ര അങ്ങ് പോയി. അരവിന്ദൻ പറയുവാണ്, കണ്ടോ കണ്ടോ അവളുടെ ആ നോട്ടം കണ്ടോ, ആ നോട്ടം തന്നെ വശപ്പശക. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ വരുന്നുണ്ട് രഞ്ജിത്തെ. എനിക്ക് ഓർക്കുമ്പോൾ പേടിയാകുക. എന്തോന്ന് വരാന്, അരവിന്ദേട്ടൻ എന്തിൻ്റെ അസുഖ, വാ ഒന്ന് തൊഴുതോ, എന്തെങ്കിലും ഒരു വഴിപാടും കഴിച്ചിട്ട് നമുക്ക് അങ്ങ് പോയേക്കാവെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ, നീ അവളെ വെറുതെ ചെറുതാക്കി കാണണ്ട, അവളുടെ ആ നോട്ടത്തിലുണ്ടല്ല, അത് നീ സൂക്ഷിച്ചോളണമെന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യവും പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി തൊഴുതു പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ പേരിലല്ല, സ്വന്തം മകൻ്റെ പേരിലൊരു വഴിപാടും കഴിപ്പിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ രോഹിത്തിൻ്റെ പേരിലൊന്നും കഴിപ്പിക്കുന്നില്ല എന്ന് ഭർത്താവ് ചോദിച്ചപ്പം, എന്തിന്, പിന്നെ അയാളുടെ പേരിൽ ഇനി അത് കഴിപ്പിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്നാണ് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വഴിപാടും കഴിപ്പിച്ചിട്ട് അവരും അങ്ങ് പോയി കേട്ടോ. ഇതിന് ശേഷം വീട്ടിൽ പോയിരുന്ന് സുമിത്രയും അതുപോലെ നമ്മുടെ ദീപും ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചപ്പോൾ ഈ രഞ്ജിതയാണ് വിഷയം. അതുപോലെ തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെപ്പറ്റിയും പ്രശ്നങ്ങളെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ദീപമുള്ള കാര്യം പറഞ്ഞു, ചേച്ചി ഇന്നതാണ് വിഷയം, നേരത്തെ പൂജമോൾ അവിടെ ആയിരുന്നെന്നും അവരുടെ മകൻ മഹാ അലമ്പനായ വൃത്തികെട്ട ഒരു ചെറുക്കനാണെന്നും ആ ചെറുക്കൻ അപമര്യാദയായിട്ട് മോളോട് പെരുമാറിയപ്പോഴാണ് അപ്പു മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അവരെങ്ങനെയാ രോഹിത്തിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം ഇതായത് എന്നൊക്കെ ഇങ്ങനെ സുമിത്ര ചോദിച്ചപ്പോൾ, ചേച്ചി അതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം രോഹിത്തേട്ടൻ്റെ സ്വത്തിന് അവകാശിയായി വന്നിരിക്കുന്നത് ചേച്ചിയോ അല്ലെങ്കിൽ പൂജമോളോ അല്ല, അത് രഞ്ജിതയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുമിത്ര ഒന്നും ഞെട്ടി. രഞ്ജിതയോ? അതെങ്ങനെ രഞ്ജിത രോഹിത്തിൻ്റെ സ്വത്തുക്കൾക്ക് അവകാശിയാകും? ഞാൻ പോയിക്കോട്ടെ, പക്ഷേ രോഹിത്തിൻ്റെ സ്വത്തുക്കൾക്ക് അവകാശിയാകേണ്ടത് പൂജമോളല്ലേ, പിന്നെന്താ അത് അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ സംഭവിക്കാൻ എന്താ കാരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി, പക്ഷേ അവകാശിയായിട്ട് രോഹിത്തേട്ടൻ എഴുതി കൊടുത്തിരിക്കുന്നത് രഞ്ജിതയുടെ പേരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും രോഹിത്ത് ചെയ്യില്ല, പൂജമോളെ മറന്നുകൊണ്ട് രോഹിത്ത് അത് ഒരിക്കലും ചെയ്യില്ലെന്ന് സുമിത്ര ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണെന്നാണ്. അപ്പോൾ പൂജമോൾ പറഞ്ഞു, സ്വത്തുക്കൾ മുഴുവൻ അവർ കൊണ്ടുപോയിക്കോട്ടെ അമ്മേ, അതിപ്പം നേരായ മാർഗത്തിലാണെങ്കിലും അല്ലെങ്കിലും അതിപ്പോൾ അവരുടെ കയ്യിലെ സ്വത്താണ്, അവരത് കൊണ്ടുപോയിക്കോട്ടെ, എനിക്കതിൽ നിന്നൊരു തരി സ്വത്ത് പോലും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയല്ലോ, എനിക്ക് എൻ്റെ അമ്മയെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അത് സുമിത്ര പറഞ്ഞു, അങ്ങനെയല്ല മോളെ, അച്ഛൻ്റെ സ്വത്തിന് എന്നും അവകാശിയായിരിക്കേണ്ടവൾ നീയാണ്, നിനക്കില്ലാത്ത അവകാശങ്ങളൊന്നും ഇന്നലെ കയറി വന്ന ഈ കൂടപ്പിറപ്പ് അല്ലെങ്കിൽ കൂടപ്പിറപ്പെന്ന് അവകാശപ്പെടുന്ന അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം അവരൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. നിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും നിന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത അവർക്കൊക്കെ ഈ സ്വത്ത് മാത്രം കെട്ടിപ്പിടിക്കാൻ എന്താണ് യോഗ്യതയെന്ന് സുമിത്ര ചോദിക്കാം. അതൊക്കെ അവർക്ക് അവരുടേതായ കാര്യങ്ങളല്ലേ അമ്മേ, നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇനി അച്ഛൻ്റെ ആ സ്വത്തുക്കളൊന്നും തിരിച്ചു പിടിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം സമാധാനമായിട്ടൊരു ജീവിതം കിട്ടിയാൽ മാത്രം മതി, അതിനെല്ലാവരും ഒന്ന് അനുവദിച്ച് തന്നാൽ മാത്രം മതി എന്നൊക്കെ പൂജ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ സുമിത്ര അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. സുമിത്രയ്ക്കാണെങ്കിൽ ഒരു രക്ഷയില്ല. സുമിത്രയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇരിക്കപ്പുറത്ത് കിട്ടില്ല എന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ സുമിത്ര ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് തന്നെ തീരുമാനിക്കുമ്പോൾ അനിരുദ്ധ വിളിക്കാതായി ഇരുന്നിരുന്ന് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് ഈ പറയുന്ന നമ്പർ എടുത്ത് സന്ധ്യയുടെ കയ്യിലേക്ക് കൊടുത്തു. സന്ധ്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സന്ധ്യയെ കൊണ്ട് വിളിപ്പിക്കുക. പക്ഷേ ആ നമ്പർ നിലവിലിപ്പോൾ ഉള്ളത് സുമിത്രയുടെ കയ്യിലായിരുന്നു. എന്തായാലും അച്ഛനെ വിളിക്കാൻ ആഗ്രഹിച്ച ആ കുഞ്ഞ് വിളിച്ചത് നേരെ അച്ചമ്മയുടെ നമ്പറിലേക്ക്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രേമയുടേതൊക്കെ ആയിട്ടുള്ള കണ്ണ് വെട്ടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ പ്രേമയൊന്നും വെറുതെ വിട്ടേക്കുകയില്ല, അത് സത്യമായ കാര്യമാണ്. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ സുമിത്രയ്ക്ക് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. സുമിത്ര എന്നിട്ട് ആ ഒരു ഇതിലങ്ങും നമ്പർ തെറ്റി വന്നതാണെന്നുള്ള ഇതിൽ അതങ്ങ് കട്ട് ചെയ്ത് വിട്ടു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ രഞ്ജിത വേഗം പിന്നെ ആ പാണ്ഡ്യയെ കാണാനായിട്ട് പോവാം. അയാളെ ചെന്ന് കണ്ട് അയാളുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അയാളെ കണ്ട് സംസാരിച്ച് ഇന്നപോലെ സുമിത്രയെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുമിത്ര ഇവിടെ വന്നതുപോലെയല്ല, സുമിത്രയെന്ന് പറയുന്നവൾ അത്ര നിസ്സാരക്കാരിയായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ രഞ്ജിത ഇങ്ങനെ പറഞ്ഞപ്പോൾ, അത് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ, സുമിത്ര ചില്ലറക്കാരിയല്ല, സുമിത്രയെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന്. സുമിത്ര എന്തെങ്കിലും കാര്യങ്ങൾ തപ്പി തേടി ഇറങ്ങിയാൽ അത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചാൽ അവിടെ തീർന്നു നിങ്ങളുടെ ഈ
സൗഭാഗ്യങ്ങളൊക്കെ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിതയ്ക്കൊരു ടെൻഷനായി. എങ്ങനെയെങ്കിലും സൗമ്യതയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ പുള്ളിയോട് ഞങ്ങൾ മാത്രമല്ല പ്രശ്നത്തിലാകാൻ പോകുന്നത്, താനും പ്രശ്നത്തിലാകുമെന്നുള്ള കാര്യം പറയുവാണ്. നേരെ അരവിന്ദൻ, ഞാനങ്ങനെ പ്രശ്നത്തിലാകാനുള്ള യാതൊരു വഴിയില്ല. ശ്രീനിലയം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാ. അപ്പോൾ പിന്നെ ഞാനെങ്ങനെ പ്രശ്നത്തിലാകും? ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതോ? എങ്ങനെ? ആ കഥയൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതധികം താമസിയാതെ സുമിത്രയുടെ ചെവിയിലും എത്തും. അപ്പോൾ പിന്നെ ഞങ്ങളെ ഈ പറഞ്ഞു പേടിപ്പിച്ച് നിൽക്കുന്നതൊക്കെ അങ്ങ് മാറുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ ഒരു മൈൻഡും അങ്ങ് മാറി. പരമശിവം ഉടക്ക് മൈൻഡിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴേക്ക് രഞ്ജിതയ്ക്ക് മനസ്സിലായി അയാളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ കളി കാര്യമാകുമെന്ന്. അപ്പോഴേക്കും രഞ്ജിത്ത് അത് ഇടപെട്ട് അത് ഒരു സൗമ്യമായ രീതിയിലൊരു സംസാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും സുമിത്ര അറിഞ്ഞു കഴിഞ്ഞു, സുമിത്രയുടെയും മകളുടെയും ജീവിതത്തിൽ അവരനുഭവിക്കേണ്ട സ്വത്ത് ചതിച്ചും വഞ്ചിച്ചും രഞ്ജിത തട്ടിയെടുത്തു എന്നുള്ളത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിനിടയിൽ എന്തൊക്കെയോ വലിയ വലിയ കഥകൾ നടന്നിട്ടുണ്ടെന്നും നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ഒരു സത്യങ്ങൾ എന്താണെന്ന് തിരക്കി നമ്മുടെ സുമിത്ര ഇറങ്ങും. ആ സുമിത്രയുടെ കണ്ടെത്തലുകളിൽ എന്തൊക്കെയാണ് ഇനി ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പുറത്തു വരുമ്പോൾ ഈ പറയുന്ന രഞ്ജിതയുടെയൊക്കെ അട്ടപ്പൂരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനത്തെ അമ്പലനടയിൽ വെച്ച് രോഹിത്തിൻ്റെ പേരും പറഞ്ഞ് സുമിത്രയും രഞ്ജിതയും കൊമ്പ് കോർക്കുന്നു. അങ്ങനെ എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ കഥയുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തത കിട്ടാനുണ്ട്. അതും ഇതുപോലെ വഴിയെ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.